പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിയോളജി ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിരുദാനന്തര ബിരുദ തലത്തിൽ നാം പഠിക്കുന്ന സഭാവിജ്ഞാനീയം എന്ന വിഷയത്തെ അധികരിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് നാം ശ്രവിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ തിരുസഭ എന്ന സത്യം ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് എന്നും ക്രിസ്തുവിൻ്റെ കൂദാശയാണ് എന്നുമുള്ള വസ്തുതകളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നാം വിശദീകരിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും പഠിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിൽ എപ്രകാരം ഈ സഭ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത. സഭ എന്ന വാക്ക് ബൈബിൾ അധികം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലൊന്നും അധികം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. വ്യത്യസ്തമായ പദങ്ങളാണ് സഭയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. സഭ എന്ന പദം എക്ലേസിയ എന്നാണ് ആ വാക്കിൻ്റെ, സഭ എന്നതിൻ്റെ ഗ്രീക്ക് മൂലരൂപം. എക്ലേസിയ എന്ന് പറഞ്ഞാൽ എക് കാലേവോ എന്നാണ് ഗ്രീക്കിൽ അത് അതിൻ്റെ മൂല പദത്തെ വിഗ്രഹിച്ചാൽ കിട്ടുക. എക് എന്ന് പറഞ്ഞാൽ അതൊരു ഗതിയാണ്, പ്രിപ്പോസിഷനാണ്. കാലേവോ എന്ന് പറഞ്ഞാൽ വിളിക്കുക. ഒരു പ്രത്യേക സമൂഹത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ് എക്കാലേവോ. എക്ലേസിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ വിളിച്ച് കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ് അർത്ഥം. ഒരു ദൈവവിളി കിട്ടിയവരുടെ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ എക്ലേസിയ എന്ന പദത്തെ നമുക്ക് നിർവചിക്കാൻ സാധിക്കും. എന്നാൽ ഈ പദം സുവിശേഷങ്ങളിൽ ആകെ കൂടി മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. മറ്റ് ലേഖനങ്ങളിലേക്ക് എത്തുമ്പോഴും ഈ പദത്തിൻ്റെ ഉപയോഗത്തിൽ ഒരു സാർവത്രിക സഭ എന്നുള്ളതിനേക്കാൾ ഉപരി പ്രാദേശിക സഭാ സമൂഹങ്ങളെ വിളിക്കുന്ന പേര് എന്ന നിലയിലാണ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ കാണുന്നത്. സാർവത്രിക ലേഖനങ്ങളിൽ എത്തുമ്പോഴാണ് ഈ പദത്തിന് ഇന്ന് നാം വിവക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സാർവത്രികമാനമില്ലെങ്കിലും ഒരു പ്രാദേശിക സഭ എന്നതിനുപരിയായ അർത്ഥം കിട്ടുക. അപ്പോൾ ഈ സഭ എന്ന പദം ബൈബിളിൽ കാര്യമായിട്ട് ഇന്ന് കാണുന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് സഭ ഒരു പിൽക്കാല പ്രതിഭാസമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് അടിസ്ഥാനരഹിതമാണ്. സഭ എന്നതിനെ വ്യത്യസ്തങ്ങളായ പേരുകളിലാണ് ആദിമസഭ വിശേഷിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം. ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന സംജ്ഞകളിലൊന്ന് വിശുദ്ധരുടെ സമൂഹം എന്നാണ്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലേഖനങ്ങളൊക്കെ ആരംഭിക്കുന്നത് തന്നെ കോറിന്തോസിലെ വിശുദ്ധ സമൂഹത്തിന് അല്ലെങ്കിൽ ഗലാത്തിയായിലെ വിശുദ്ധർക്ക് എന്നൊക്കെ പറഞ്ഞാണ് പൗലോസ്ലീഹാ ലേഖനം എഴുതുന്നത്. വിശുദ്ധർ എന്നാണ് സഭയെ അല്ലെങ്കിൽ സഭാംഗങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത്. വിശുദ്ധരുടെ സമൂഹം എന്ന് സഭ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഈ സഭ വിശുദ്ധരുടെ സമൂഹമാകുക എന്ന് ചോദിച്ചാൽ ആദിമസഭയിൽ പാപം ചെയ്തവരാരുമില്ലായിരുന്നോ എന്ന് ന്യായമായി നമുക്ക് സംശയം തോന്നും. അതല്ല എങ്കിൽ ഇന്നത്തെ സഭയെ വിശുദ്ധ സമൂഹം എന്ന് വിളിക്കാൻ പറ്റുമോ? കാരണം സഭ വിശുദ്ധമാണ് എന്നുള്ളത് സഭയുടെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന വസ്തുതയാണ്. യഥാർത്ഥത്തിൽ സഭ വിശുദ്ധമാണോ? നാം ഇന്ന് സഭയെക്കുറിച്ച് കേട്ടാൽ എന്തെല്ലാം ആരോപണങ്ങൾ സഭയ്ക്കെതിരായി, സഭയുടെ ശത്രുക്കൾ മാത്രമല്ല സഭയെ സ്നേഹിക്കുന്നവർക്ക് തന്നെ സഭയ്ക്കെതിരായി എന്തെല്ലാം ആരോപണങ്ങൾ പറയാനുണ്ടാകാം, ഇല്ലേ? സഭയിലെ വ്യക്തികളുടെ പാപാവസ്ഥകൾ, സഭാ നേതൃത്വത്തിലെ വൈദികരുടെ അല്ലെങ്കിൽ സമാനമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുടെ ജീവിതത്തിലെ വ്യക്തിപരമായ വീഴ്ചകളാകാം, അവരുടെ പ്രസ്ഥാനങ്ങളുടെ വ്യവസ്ഥാപരമായ വീഴ്ചകളാകാം. ഇതൊക്കെ സഭയ്ക്കെതിരായി ഉന്നയിക്കപ്പെടാവുന്ന ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളിൽ പലതിലും കഴമ്പുണ്ട് താൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ സഭ വിശുദ്ധമാണ് എന്ന് പറയാൻ പറ്റും. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നാം വായിക്കുന്ന സഭയ്ക്കെതിരായിട്ടുള്ള സഭയിലെ അംഗങ്ങളുടെ നേതാക്കളുടെയൊക്കെ ദുഷ്ചെയ്തികളെക്കുറിച്ചുള്ള വാർത്തകളിൽ കുറേയെങ്കിലുമൊക്കെ സത്യമുണ്ടാകാം.
അങ്ങനെയുള്ള വസ്തുതകൾ വായിക്കുന്ന ഒരു വിശ്വാസിക്ക് ന്യായമായും തോന്നുന്ന സംശയം ഇതാണ്: സഭ എങ്ങനെ വിശുദ്ധജനമാവും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വാസ്തവത്തിൽ പുതിയ നിയമം നമുക്ക് വിശദീകരിച്ച് തരും. സഭ വിശുദ്ധ സമൂഹമാണ് എന്ന് പറയുന്നത് ഈ സഭ ഈശോമിശിഹായുടെ തിരുരക്തത്താൽ വീണ്ടും രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. സഭ വിശുദ്ധമാകുന്നത് ഇതിലെ അംഗങ്ങൾ വ്യക്തിപരമായി സമ്പൂർണ്ണ വിശുദ്ധി പാലിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഈ സഭ ഈശോയുടെ തിരുരക്തത്താൽ പാപത്തിൻ്റെ പൈശാചികതയുടെ അടിമത്തത്തിൽ നിന്ന് വീണ്ടും രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം. വീണ്ടും രക്ഷിക്കപ്പെട്ടവൻ വീണ്ടും പാപം ചെയ്യാം, അതിനുള്ള സാധ്യതയുണ്ട്. കൊച്ചിനെ കുളിപ്പിച്ച് അമ്മ കസേരയിലിരുത്തിയത്, പക്ഷേ കുഞ്ഞ് അതിൻ്റെ തനത് സ്വഭാവം കൊണ്ട് വീണ്ടും ഇറങ്ങി ചെളിക്കകത്ത് പോയി ചെളി പറ്റിക്കാം. കുളിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ കൊച്ച് മാലിന്യമില്ലാത്തവനായിരുന്നു, എന്നാൽ വീണ്ടും മാലിന്യത്തിലേക്ക് വീണുപോകുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് സഭയെ സംബന്ധിച്ചും സഭാംഗങ്ങളെ സംബന്ധിച്ചും വിശുദ്ധർ എന്ന് പറയുമ്പോൾ നാം അഭിമുഖീകരിക്കുന്നു. ഈശോമിശിഹാ തൻ്റെ തിരുരക്തത്താൽ നമ്മെ വീണ്ടും രക്ഷിച്ചു എന്നുള്ളതിനാൽ സഭ അതിൻ്റെ സ്വഭാവത്താൽ വിശുദ്ധയാണ്. കാരണം ഈ തിരുസഭ പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം പുത്രനായ ദൈവം തിരുച്ചോര കൊണ്ട് വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവായ ദൈവം പരിപാലിക്കുന്ന സമൂഹം എന്ന അർത്ഥത്തിൽ സഭ വിശുദ്ധമാണ്. വീണ്ടും സഭ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ സഭയിലെ ഓരോ അംഗത്തെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടി. ആ വിളിയോട് നമുക്ക് വിശ്വസ്തത പുലർത്താൻ പറ്റുന്നുണ്ടോ, നാം വിശുദ്ധരായിത്തീരുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. മറിച്ച് സഭ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ, അല്ലെ ആദിമസഭ പുതിയ നിയമത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടത് വിശുദ്ധജനം എന്നാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലം വളരെ വ്യക്തമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മറ്റൊരു സംജ്ഞ, പുതിയ നിയമത്തിൽ സഭയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന സംജ്ഞ, സഭ ക്രിസ്തുവിൻ്റെ ദാസരുടെ സമൂഹമാണ്. പൗലോസ്ലീഹായാകട്ടെ, യാക്കോബ് സ്ലീഹ ആകട്ടെ, യൂദാസ്ലീഹ ആകട്ടെ ഒക്കെ തങ്ങളുടെ ലേഖനങ്ങൾ ആരംഭിക്കുമ്പോൾ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസനും ദൈവഹിതപ്രകാരം സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനുമായി തീരാൻ വിളിക്കപ്പെട്ട പൗലോസായ ഞാൻ എഫേസൂസിലെ സഭയ്ക്ക് എഴുതുന്നു, ഗലാത്തിയായിലെ സഭയ്ക്ക് എഴുതുന്നു എന്ന് പറഞ്ഞു. ആരാണ് സഭാംഗം എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവൻ്റെ തിരുവചനത്തിനും ദൈവരാജ്യത്തിനും ശുശ്രൂഷ ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ എന്ന് പുതിയ നിയമം പറയും. അതായത് സഭ ശുശ്രൂഷകരുടെ സമൂഹമാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക, ഈ തിരുസഭ എന്ന് പറയുന്നത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ക്രിസ്തുവിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുടെ, അധ്വാനിക്കുന്നവരുടെ ഒരു സമൂഹമാണ്. ദൈവരാജ്യമാകുന്ന പരമമായ ലക്ഷ്യം ഈ ഭൂമിയിൽ സാക്ഷാത്കരിക്കുവാൻ ക്രിസ്തുവിനോടൊത്ത് അധ്വാനിക്കുന്നവരാണ് സഭ അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങൾ എന്ന അർത്ഥത്തിലാണ് പുതിയ നിയമം സഭയെ ശുശ്രൂഷകരുടെ സമൂഹമായിട്ട് വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. വീണ്ടും ഈ സഭ വിശ്വാസികളുടെ സമൂഹമാണ്. വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്ന ആ പദപ്രയോഗം വളരെ അർത്ഥപൂർണമായ ഒരു പദപ്രയോഗമാണ്. തിരുസഭ വിശ്വാസികളുടെ സമൂഹമാണ്. എന്താണ് വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വികാരമല്ല, മറിച്ച് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വെളിപാടിനോട് നാം ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം തൻ്റെ വെളിപാട് പ്രിയപുത്രനായ ഈശോമിശിഹായിലൂടെ അതിൻ്റെ സമ്പൂർണതയിൽ നമുക്ക് തരുമ്പോൾ ആ വെളിപാടിനെ സ്വീകരിക്കുന്നവരുടെ സമൂഹമാണ് സഭ. അതുകൊണ്ടാണ് സഭ വിശ്വാസികളുടെ സമൂഹമാണ് എന്ന് പറയും.
യോഹന്നാൻ ശ്ലീഹ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 1-ാം ലേഖനം തൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖഗീതത്തിൽ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പ്രകാശം ലോകത്തിലേക്ക് വന്നു. പ്രകാശത്തെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് വരം നൽകി എന്ന്. വീണ്ടും 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹ തന്നെ ഈ ആശയം വ്യക്തമാക്കുന്നുണ്ട്. ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. തൻ്റെ പുത്രനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനും നിത്യജീവൻ പ്രാപിക്കാനും അവിടുന്ന് അനുഗ്രഹം നൽകി എന്ന് പറയുന്നു. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറേ ആശയങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലുമൊക്കെ പ്രബോധനങ്ങളെ ഉൾക്കൊള്ളുക എന്നല്ല പുതിയ നിയമം അർത്ഥമാക്കുക. വിശ്വാസത്തിൻ്റെ മകുടമായ ദൈവപുത്രനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജീവിക്കുന്ന സമൂഹമാണ് സഭ. അതുകൊണ്ടാണ് സഭയെ വിശ്വാസികളുടെ സമൂഹം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തിരുസഭ എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ സമൂഹമാണ്, ശുശ്രൂഷകരുടെ സമൂഹമാണ്, വിശ്വാസികളുടെ സമൂഹമാണ് എന്നൊക്കെ പുതിയ നിയമം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ ഏതെങ്കിലുമൊക്കെ മാനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു സമീപനമാണ് സുവിശേഷം സ്വീകരിക്കുന്നത് എന്ന് ന്യായമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വീണ്ടും തിരുസഭയെ വിശേഷിപ്പിക്കുന്ന ഇതര പദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ പുതിയ നിയമത്തിൽ ഏറ്റവും ശക്തമായും പിൽക്കാലത്ത് വത്തിക്കാൻ കൗൺസിൽ ഏറ്റവും തീവ്രമായും അവതരിപ്പിച്ച ഒരു പുതിയ നിയമ സംജ്ഞ സഭ ദൈവജനമാണ് എന്നുള്ളത്. സഭ ദൈവത്തിൻ്റെ ജനമാണ്. ഇത് പരമപ്രധാനമായ ഒരു ചിന്തയാണ്. നമുക്കറിയാം, ദൈവജനത്തെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം ലാവോസ് എന്നാണ്. ലാവോസ് എന്ന ആ പദത്തിൽ നിന്നാണ് ലെയ്റ്റി എന്നുള്ള അൽമായർ എന്ന പദം രൂപം കൊള്ളും. അൽമായർ എന്ന ആ പദത്തിൻ്റെ അർത്ഥം പലരും വിചാരിക്കുന്നത് പോലെ വൈദികരും മെത്രാന്മാരും മാർപ്പാപ്പയൊക്കെ ഉയർന്ന ശ്രേണിയിൽ അൽമായർ എന്ന് പറഞ്ഞ വെറും തറ എന്നുള്ള അർത്ഥത്തിലാണ് ലേ എന്നുള്ള പദത്തെ, തറയിൽ കിടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് പലരും ഈ അൽമായൻ എന്ന പദത്തെ വിശേഷിപ്പിക്കാറുള്ളൂ. പക്ഷെ അതല്ല. പുതിയ നിയമത്തിൽ ലാവോസ്, ദൈവജനം എന്ന് പറയുന്നത് ദൈവം തൻ്റെ പ്രത്യേക സ്നേഹത്താൽ തിരഞ്ഞെടുക്കുകയും താൻ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്ന ജനത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ലാവോസ് എന്നത്. അത് ഏതെങ്കിലുമൊക്കെ ജനത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമല്ല. അതിന് വ്യത്യസ്ത പദങ്ങൾ ബൈബിളിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ലാവോസ് എന്ന ആ പദം ആത്യന്തികമായി ഉപയോഗിക്കുന്നത് നമുക്കറിയാം ദൈവജനത്തെ സൂചിപ്പിക്കാൻ. ഇസ്രായേൽ ജനത്തെ വിശേഷിപ്പിക്കുന്ന പദമാണത് എന്നറിയാം. ദൈവം ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തു. ഇസ്രായേൽ ജനതവുമായി ദൈവം നടത്തിയ പ്രത്യേകമായ ഉടമ്പടി നമുക്കറിയാം. തിരഞ്ഞെടുപ്പ്, വാഗ്ദാനം, ഉടമ്പടി, ഇവ ഇസ്രായേലിൻ്റെ മുഖമുദ്രകളാണ്. ദൈവം അവരെ തിരഞ്ഞെടുത്തു, ദൈവം അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി, ദൈവം അവരുമായി ഉടമ്പടിയിലേർപ്പെട്ടു. ഇതെല്ലാം പുതിയ നിയമത്തിലെ ദൈവജനത്തിനും ബാധകമാണ് എന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിലെ ദൈവജനം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കാരണം എക്ലേസിയ എന്ന പദം തന്നെ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചത്. ദൈവം തൻ്റെ പുത്രനായ ഈശോ മിശിഹായിലൂടെ നിത്യജീവനിലേക്ക് വിളിച്ചു കൂട്ടിയവരുടെ സമൂഹമാണ് സഭ. അതുകൊണ്ട് ഇത് വിളിക്കപ്പെട്ടവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പുതിയ നിയമ ദൈവജനം വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. 2, ദൈവം ഈ സമൂഹവുമായി ഉടമ്പടിയിലേർപ്പെട്ടു. കാരണം എന്താണ്? പുതിയ നിയമത്തിലെ ദൈവജനവുമായി ദൈവം ഏർപ്പെട്ട ഉടമ്പടി. പെസഹ തിരുനാളിൽ ഈശോ ആ ഉടമ്പടിയുടെ അച്ചാരമെന്നോണം പറഞ്ഞു, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ ഉടമ്പടിയുടെ രക്തമാവും, നിങ്ങൾ വാങ്ങി പാനം ചെയ്യും. ഇത്
ഉടമ്പടിയാണ്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടി എന്നാണ്. സീനായി മലയിൽ വെച്ച് ദൈവം തൻ്റെ ജനവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടതുപോലെ പുതിയ നിയമത്തിലെ സഭയുമായും ദൈവം ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് പുതിയ നിയമസഭ ദൈവജനം തന്നെയാണ്. നമുക്കറിയാം, പഴയ നിയമ ജനം ദൈവജനമായി തീരുന്നത് ചില പ്രത്യേക കർമ്മങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പരിച്ഛേദന കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് അവർ ദൈവജനത്തിൻ്റെ അംഗത്വം സ്വീകരിച്ചിരുന്നത്. പരിച്ഛേദനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും തങ്ങളുടെ ലൈംഗിക അവയവത്തിൻ്റെ അഗ്രചർമ്മം മുറിക്കുക. എന്തിനാണ് ഈ അവയവത്തിൻ്റെ തന്നെ അഗ്രചർമ്മം മുറിക്കുക എന്ന് ചോദിച്ചാൽ, യഹൂദ സങ്കല്പം അനുസരിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ പങ്കുചേരുന്നത് അവൻ്റെ ലൈംഗിക അവയവത്തിലൂടെയാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സമ്പൂജ്യമായ അവയവമായി യഹൂദർ കരുതിയിരുന്നത് ഈ അവയവത്തെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അഗ്രചർമ്മം മുറിച്ച് 2 തുള്ളി ചോര ഇറ്റിക്കുമ്പോൾ ആത്യന്തികമായി യഹൂദൻ വിചാരിക്കുന്നത് താൻ ദൈവവുമായി ഉടമ്പടിയിലേർപ്പെട്ടു. സീനായി മലയിൽ വെച്ച് തങ്ങളോട് ഉടമ്പടിയിലേർപ്പെട്ട ദൈവത്തോട് സ്വന്തം ശരീരത്തിലെ ദൈവീക അവയവം എന്ന് കരുതുന്ന ലൈംഗിക അവയവത്തിൽ നിന്ന് ഏതാനും തുള്ളി ചോര ഇറ്റിച്ചുകൊണ്ട് അവനും ഉടമ്പടിയിലേർപ്പെട്ടു. പൗലോസ്ലീഹ അതിനെ വ്യാഖ്യാനിച്ചു, പഴയ നിയമ ജനത രക്ഷയുടെ അടയാളം സ്വീകരിച്ചത് ഈ പരിച്ഛേദന കർമ്മത്തിൽ ചിന്തുന്ന ഏതാനും തുള്ളി ചോരയിലൂടെയാണെങ്കിൽ, പുതിയ നിയമത്തിൽ പ്രതീകാത്മകമായ ചോര ചിന്തലിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവപുത്രൻ തന്നെ തൻ്റെ തിരുച്ചോരയിൽ നമ്മെ മുക്കിയെടുത്തതിനാൽ ഇനിമേൽ ഏതെങ്കിലും ഒരു അവയവം മുറിച്ച് ചോര ഒഴുക്കേണ്ട കാര്യമില്ല എന്ന് പൗലോസ്ലീഹ വ്യാഖ്യാനിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? പുതിയ നിയമ ജനത ഈശോ മിശിഹായുടെ തിരുമുറിവിൽ പരിച്ഛേദനം സ്വീകരിച്ചു. അപ്പോൾ നോക്കുക, പഴയ നിയമ ജനതയ്ക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്ന വാഗ്ദാനം എന്താണ്? ആദ്യം തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകുന്നു. അവർക്ക് സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ രാജ്യം നൽകുമെന്ന്, അവർക്ക് നല്ല രാജാവിനെ നൽകുമെന്ന്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊക്കെ കേവലം ക്ഷണികങ്ങളായി. എന്നാൽ പുതിയ നിയമത്തിലാണ് ആ വാഗ്ദാനത്തിൻ്റെ എല്ലാം പൂർത്തീകരണം. തേനും പാലും ഒഴുകുന്ന ദേശമെന്ന് പറയുന്നത് പലസ്തീനായിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്തെക്കുറിച്ചായിരുന്നല്ല. കാനാൻ ദേശത്ത് ചെന്നപ്പോൾ ഒരു തേനും കണ്ടില്ല പാലും കണ്ടില്ല എന്നുള്ള സത്യം. പക്ഷേ അവർക്ക് ലഭിച്ച വാഗ്ദാനം പൂവണിയുന്നത് പുതിയ നിയമത്തിൽ സ്വർഗകവാടം മനുഷ്യകുലത്തിന് വേണ്ടി തുറക്കപ്പെട്ടപ്പോൾ. അപ്പോൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുപ്പ്, വാഗ്ദാനം, ഉടമ്പടി, ഇവ മൂന്നും പുതിയ നിയമ സമൂഹത്തിലുണ്ട്. വീണ്ടും ഇസ്രായേലിലെ ദൈവജനത്തിന് 12 ഗോത്രങ്ങളുണ്ടായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിലെ ജനതയ്ക്ക് 12 അപ്പസ്തോലന്മാരെയാണ് ദൈവം നേതാക്കന്മാരായി തിരഞ്ഞെടുക്കുക. 12 പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് പഴയ നിയമത്തിലെ ദൈവജനമെങ്കിൽ 12 അപ്പസ്തോലന്മാരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് പുതിയ നിയമത്തിലെ ജനത എന്ന് നാം തിരിച്ചറിയുമ്പോൾ, പുതിയ നിയമം ഈ ദൈവജനമെന്ന പദത്തിന് എത്ര കണ്ട് ആഴമുള്ള അർത്ഥമാണ് നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എപ്പോഴെല്ലാം പുതിയ നിയമം ദൈവജനം എന്ന് വിശേഷിപ്പിക്കുന്നു, അപ്പോഴെല്ലാം അത് വിശേഷിപ്പിക്കുന്നത് തിരുസഭയെയാണ്. അതുകൊണ്ട് തിരുസഭ എന്ന പദം ഒരുപാട് തവണ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ബൈബിളിൽ സഭ എന്ന സങ്കല്പത്തിന് അടിസ്ഥാനമില്ല എന്ന് വാദിക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. വീണ്ടും ഈ ദൈവജനം എന്ന് പറയുമ്പോൾ ദേവാലയം, ഭവനം എന്നൊക്കെ, സഭ ദൈവത്തിൻ്റെ ഭവനമാണ്, ദേവാലയമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. ഇതൊക്കെ ബൈബിൾ ഉപയോഗിക്കുന്ന സംജ്ഞകളാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് സഭ ദേവാലയമാണെന്ന് പറയും? ഇസ്രായേൽ സമൂഹത്തിൻ്റെ മധ്യേ ദൈവം വസിച്ചത് ജെറുസലേം ദേവാലയത്തിൽ.
ആ ദേവാലയം നമുക്കറിയാം AD 70 കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോയി. പിന്നീട് ഇന്നേ വരെയും അത് പുതുക്കി പണിതിട്ടുമില്ല, പണിയാൻ യഹൂദരെ കൊണ്ട് സാധിച്ചിട്ടുമില്ല. യേശു പറഞ്ഞത് എന്താണ്? ഈ ദേവാലയം ഇനിമേൽ അപ്രസക്തമാണ്. യഥാർത്ഥ ദേവാലയം എന്ന് പറയുന്നത് എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പണിയുന്ന ദേവാലയം, യേശുവിൻ്റെ ശരീരമായ ആ ദേവാലയമാണ് തിരുസഭ എന്ന് നമുക്കറിയാം. ആ തിരുസഭയാകുന്ന ദേവാലയം നോക്കുക, പഴയ നിയമ ജനതയോടൊത്ത് ദൈവം വസിച്ചത് ഒരു ദേവാലയത്തിൽ, കല്ലും തടിയും മണ്ണും കൊണ്ടുണ്ടാക്കിയ ജെറുസലേം ദേവാലയത്തിലാണെങ്കിൽ പുതിയ നിയമ ജനതയോടൊത്ത് ദൈവം വസിക്കുന്നത് സഭയാകുന്ന ആലയത്തിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സഭയെ ഒരു ദേവാലയമായി, ചർച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് സഭയെ സൂചിപ്പിക്കാം, ഒരു പള്ളി കെട്ടിടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദവും ചർച്ച് എന്ന് തന്നെയാണ്. അത് പല യൂറോപ്യൻ ഭാഷകളിലും ഇതേ രീതിയിലാണ് ഉപയോഗിക്കുക. സഭ എന്ന് പറയുന്നതും പള്ളി കെട്ടിടം എന്ന് പറയുന്നതും ഒരേ പദമാണ്. കാരണം എന്താണ്? ഈ സഭ ദൈവം വസിക്കുന്ന ആലയമാണ്. അതുകൊണ്ട് ദേവാലയത്തെ സൂചിപ്പിക്കുന്ന പദം തന്നെ തിരുസഭയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിലൊരു വലിയ അർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. ദൈവജനത്തിന് ജെറുസലേം ദേവാലയം എപ്രകാരമായിരുന്നോ അതുപോലെയാണ് പുതിയ നിയമ ജനതയ്ക്ക് സഭ എന്നത്. വീണ്ടും ഇത് ദൈവഭവനമാണ്. സഭയെ ദൈവഭവനമെന്ന് ശ്ലീഹ പലവട്ടം വിശേഷിപ്പിക്കുന്നു. എന്താണ് ദൈവഭവനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക? ദൈവഭവനമാണ് സഭ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഈ സഭ ദൈവമക്കളുടെ ഭവനമാണ്. ഒരു ഭവനത്തിലുള്ളത് മക്കളും മാതാപിതാക്കളുമാണെന്ന് നമുക്ക്. സഭ ദൈവഭവനമാണെന്ന് പറയുമ്പോൾ ഈ സഭയിലെ എല്ലാ അംഗങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. വീണ്ടും സഭ ദൈവഭവനമാണ് എന്ന് പറയുമ്പോൾ ഈ സഭയിലെ അംഗങ്ങളെല്ലാം സഹോദരങ്ങളാണ്. ഒരു ഭവനത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും പിതൃത്വവും ലംബവും തിരശ്ചീനവുമായി ഈ മാനങ്ങളെ ഊന്നിപ്പറയുവാൻ വേണ്ടിയാണ് സഭ ദൈവഭവനമാണ് എന്ന ആശയത്തെ പുതിയ നിയമം അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് ഈ സഭ എന്ന പദം ഏറെയൊന്നും ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞവ മാത്രമല്ല, അനേകം സംജ്ഞകൾ ഉപയോഗിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇടയൻ, ആടുകൾ, അജഗണം, ഒരാല എന്നൊക്കെ പറയുന്ന കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം, മുന്തിരിച്ചെടിയും ശാഖകൾ, അനേകം പ്രതീകങ്ങളിലൂടെ ഈ സഭ എന്ന ആശയത്തെ വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്നു, അവതരിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പദം ഇല്ല എന്ന് പറഞ്ഞ്, എക്ലേസിയ എന്ന പദം സുവിശേഷങ്ങളിൽ ഏറെയൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ നമ്മൾ വളരെ പെട്ടെന്ന് സഭ എന്നത് പിൽക്കാലത്തുണ്ടായതാണ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതലാണ് സഭ എന്ന ആശയം ഉണ്ടായത് എന്നൊക്കെ വാദിക്കുന്ന ചിന്തകന്മാരെ പലപ്പോഴും മലയാളത്തിലും കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് അബദ്ധമാണ്. സുവിശേഷങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സഭ എന്ത് എന്ന്, സഭയുടെ ലക്ഷ്യമെന്ത്, സ്വഭാവമെന്ത്, സഭ സത്താപരമായി എന്താണ് എന്ന് വിശദീകരിക്കുന്ന അനേകം സംജ്ഞകൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവയെല്ലാം സഭയെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം ഗ്രഹിക്കേണ്ടതാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും ക്ലാസ്സിൽ നാം പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.